നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. മാനസികാരോഗ്യം എന്നത് നമുക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം വൈകാരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ബോധപൂർവമായി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന മൊത്തത്തിലുള്ള ഒരു മനോഭാവം, പിൻവാങ്ങലുകൾ, ഒറ്റപ്പെടൽ, സംഘർഷം, സങ്കടങ്ങൾ എന്നിവയൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. മാത്രമല്ല, ജീവിതം കൂടുതൽ മനോഹരമായിട്ട് കാണപ്പെടാനും സാധിക്കും. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം എന്നത് അംഗീകരിക്കുക. നമുക്ക് പ്രചോദനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമെങ്കിലും ദിവസവും ബോധപൂർവം ചെയ്യുക. നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാതിരുന്നാൽ മതി. അമിതമായിട്ട് സ്വയം വിമർശിക്കാതിരിക്കുക. നമ്മൾ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ മാനസിക തലത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അവനവന് തന്നെപ്പറ്റി ഏറ്റവും മികച്ച അഭിപ്രായം വേണം. സ്വയം നെഗറ്റീവായി കാണരുത്. പരാജയങ്ങളെപ്പോലും വിജയിക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങളായി കാണൂ. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ ശ്രമിക്കൂ. അതായത് കൃതജ്ഞതയോടെ ഇരിക്കാൻ ശ്രമിക്കൂ. കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്നത് ഒരു വ്യക്തിയുടെ സ്വാസ്ഥ്യത്തിനും മാനസികാരോഗ്യത്തിനും ഏറ്റവും ലളിതവും അനിവാര്യവുമായ ഒരു മാർഗമാണ്. ഓരോ ദിവസവും നമുക്ക് നന്ദി പറയാൻ തോന്നിയ കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് വളരെയധികം ചേഞ്ചസ് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇത് ജീവിതത്തിൽ തരും. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നിത്യജീവിതത്തിലെ തിരക്കിൽ നിന്നും ജോലികളിൽ നിന്നും പതിവ് ശീലങ്ങളിൽ നിന്നും ഒരു മാറ്റം വല്ലപ്പോഴുമെങ്കിലും സ്വീകരിക്കുക. സാധിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്ക് മടുത്തു എന്ന് തോന്നുമ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദങ്ങൾ എന്താണോ അത് ചെയ്യാൻ സമയം കണ്ടെത്തുക. നമ്മുടെ മൂല്യം മനസ്സിലാക്കുന്ന, നമ്മളെ വിലയിരുത്താനും കാര്യങ്ങൾ തുറന്നു പറയാനും സാധിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെയെങ്കിലും ജീവിതത്തിൽ നിലനിർത്തുക. അമിതമായിട്ടുണ്ടാവുന്ന ആശങ്കകൾ, വിഷമം, പിരിമുറുക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ എപ്പോഴും ഒരു സുഹൃത്തുള്ളത് നല്ലതായിരിക്കും. നല്ല മനസ്സിനും മാനസികാരോഗ്യത്തിനും ഉറക്കം വളരെ പ്രധാനമാണ്. ഉറക്കം നന്നാനായിട്ട് ഏറ്റവും മികച്ച മാർഗമാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ കിടക്കുക എന്നത്. അതുപോലെ രാത്രിയിൽ കുറച്ച് നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. കിടക്കുന്നതിന് 1-2 മണിക്കൂർ മുമ്പെല്ലാം സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിരിമുറുക്കം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അത് കൂടിയ അളവിൽ കൂടുതൽ കാലം അനുഭവിക്കുന്നത് മാനസികാരോഗ്യം തകർക്കും. ധ്യാനം, യോഗ, ബ്രീത്തിങ് എക്സസൈസ്, റെഗുലറായിട്ടുള്ള നടത്തം ഇവയൊക്കെ മാനസിക പിരിമുറുക്കം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ പോഷകാഹാരക്കുറവ് മാനസികാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കും. വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ധാരാളമുള്ള പഴങ്ങളും പച്ചക്കറികൾ, ഇലക്കറികൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. റെഗുലറായിട്ട് ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നതും സൺലൈറ്റ് കൊള്ളുന്നതും മാനസികാരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വൈറ്റമിൻ ഡിയും വ്യായാമവും തലച്ചോറിൽ സൃഷ്ടിക്കുന്ന രാസഘടകങ്ങളും ആങ്സൈറ്റി, പിരിമുറുക്കം എന്നിവയെ പ്രതിരോധിക്കും. മൂഡ് വേരിയേഷൻസ്, മൂഡ് ചേഞ്ചസ്, ഇറിറ്റേഷൻ ഇവയൊക്കെ മാറാനും വളരെയധികം നല്ലതാണ്. വൈറ്റമിൻ ഡി ലഭ്യമാകാൻ രാവിലെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കൊള്ളുന്നതാണ് നല്ലത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും കണ്ടെത്തുക. ഹോബി പോലുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുക. മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയുന്നത് കാണാം. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്ത് കുറവുകളില്ലാത്ത ആരുമില്ല. ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ എന്തായിരിക്കുന്നുവോ അങ്ങനെ തന്നെ നമ്മളെ അംഗീകരിക്കുക. പല കുറവുകൾക്കും പകരം നമുക്ക് ചില മികവുകളുണ്ടാകും എന്നത് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ കരുത്ത്. ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരവരുടേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. എപ്പോഴും നമുക്കുള്ള കാര്യങ്ങളിൽ സംതൃപ്തിയോടെ താങ്ക്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.